കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ആസൂത്രിത കൊലപാതകം, അങ്ങനെ തന്നെ വേണേ പറയാം, ആസൂത്രിത കൊലപാതകം CBI അന്വേഷിക്കാമെന്ന് CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലർ ഹൈക്കോടതി ബോധിപ്പിച്ചു. ഇത് ഒരു ശുഭകരമായ വാർത്തയാണ്. കാര്യം സാധാരണ ഗതിയിൽ പോലീസ് നിശിതമായിട്ട് വിമർശിക്കുന്നത് അല്ലെങ്കിൽ എതിർക്കുന്ന കേസുകൾ CBIക്ക് എടുക്കാൻ ഒരു വിമുഖത കാണും. നമ്മൾ കാണേണ്ട ഒരു കാഴ്ച, CPM പ്രവർത്തകരായ മരിച്ചുപോയ ADMന്റെ ഭാര്യയും അനിയനും കുടുംബവും പറയുന്നു, ഞങ്ങൾക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ വിശ്വാസമില്ല, ഞങ്ങൾക്ക് CBI അന്വേഷണം വേണമെന്ന്. അപ്പോൾ കോവിന്ദൻ, CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും കോവിന്ദനും ഗവൺമെന്റും, പിണറായി വിജയന്റെ ഗവൺമെന്റും പറയുന്നു CBIയുടെ അന്വേഷണം വേണ്ട എന്ന്. ഇതിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കൊല നടത്തിയത് ആരാ എന്നതാണ്. ആരാണ് കൊല നടത്തിയത് ആരാ എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയാൻ പറ്റും. കാര്യം കൊലയാളി സ്ത്രീ, അതായത് PP ദിവ്യ 14 ദിവസം ജയിലിൽ വസിച്ചതിന് ശേഷം ഇറങ്ങി വന്നപ്പോൾ രക്തഹാരവുമായിട്ട് നിന്നത് മറ്റാരുമല്ല, കോവിന്ദൻ മാഷിന്റെ ഭാര്യയാണ്. അപ്പോൾ നമുക്ക് വ്യക്തമാണ് ഇതിന്റെ കൊലയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് CPMകാരാണുള്ളത്. ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ കൊലപാതകത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അട്ടിമറി നടക്കുമെന്ന്, ഓട്ടോപ്സി റിപ്പോർട്ടിൽ അട്ടിമറി നടക്കുമെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞു. കാര്യം ഈ നവീൻ ബാബുവിനെ കൊന്ന PP ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന അവിടെയാണ്. പിന്നെ പ്രശാന്തൻ, പേര് പോലും വ്യക്തതയില്ലാത്ത പ്രതിയായിട്ടുള്ള പ്രശാന്തൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്. അത് തന്നെയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇറ്റില്ലമായിട്ടുള്ള ഒരു മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ പരിയാരം മെഡിക്കൽ കോളേജ്. അപ്പോൾ ഇത് വ്യക്തമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എതിർകക്ഷി എന്നുള്ളത്. CBI അന്വേഷിച്ചാലും CBIക്ക് ഒരു പരിധിയുണ്ട് ഇത് അന്വേഷിക്കുന്നതിന്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പണത്തിനും പവറിനും മേലെ ഒരു കക്ഷിയും പോകത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. കാര്യം ഇവിടെ ബാലഭാസ്കർ മരിച്ചു, ബാലഭാസ്കറിന്റെ ആസൂത്രിത കൊലപാതകമാണെന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് 2 പ്രാവശ്യം CBI അന്വേഷിച്ചു. 2 പ്രാവശ്യവും അതൊരു അപകട മരണമാണെന്നും അർജുൻ, അതായത് കള്ളക്കടത്ത് നടത്തിയ വ്യക്തി അർജുൻ നല്ല ഒരു നിഷ്കളങ്കനായ പയ്യനാണെന്നും CBI വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ CBI നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിച്ചാലും ഇതൊരു വ്യക്തത വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇതിന്റെ പ്രധാന, അതായത് നവീൻ ബാബുവിനെ കൊല്ലാൻ ആസൂത്രണം ചെയ്ത പ്രധാന വ്യക്തികൾ ഇങ്ങ് തിരുവനന്തപുരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അത് വ്യക്തമാണ്. ഇത് ഒരു പെട്രോൾ പമ്പ് കേസ് എന്ന് മാത്രം കണക്കാക്കി നമുക്ക് തള്ളാൻ പറ്റത്തില്ല. ഈ കൊലപാതകം ഒരു പെട്രോൾ പമ്പിന്റെ ലൈസൻസ് കൊടുക്കാഞ്ഞത് കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാര്യം CPM ലോബി ഭരിക്കുന്ന കണ്ണൂരിൽ നടക്കുന്ന കൊലയും ബിനാമിയും ഹവാലയും സ്വർണ്ണക്കള്ളക്കടത്തും ഒട്ടനവധി വസ്തു അല്ല സ്ഥലം തട്ടിപ്പും ഒട്ടനവധി തട്ടിപ്പുകൾ അറിയാവുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു ഈ നവീൻ ബാബു. അപ്പോൾ പുള്ളിയെ കൊല്ലുക എന്നത് CPMന്റെ ആവശ്യമാണ്. കാര്യം ഇദ്ദേഹം ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങേയറ്റം പിണറായി വിജയന്റെ ഓഫീസിൽ വരെ അന്വേഷണം വരും. അപ്പോ CPMന്റെ ആവശ്യമായിരുന്നു നവീൻ ബാബുവിനെ കൊല്ലുക എന്നുള്ളത്. നമുക്കറിയാം, നവീൻ ബാബുവിന്റെ മരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തില് ഒരു CCTV റിപ്പോർട്ട് പോലും ഇല്ല. ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പല കാരണങ്ങളും പല കാര്യങ്ങളും ഒരു പോലീസല്ല, ഒരു സാധാരണ വ്യക്തി പോലും ചിന്തിക്കുന്ന രീതിയിൽ പോലീസ് പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഇതൊരു കൊലപാതകമാണ്. അപ്പൊ എൻ്റെ ഒരു ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBI അന്വേഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഇപ്പം തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം പറയുകയാണ് അതൊരു ആത്മഹത്യയാണ്. അവർ തത്രപ്പെട്ട് പറയുകയാണ് അതൊരു ആത്മഹത്യയാണ്. അത് ഈ ബോഡി ഓട്ടോപ്സി ചെയ്യുമ്പോഴത്തേക്കിനും ബന്ധുക്കൾ പോലും അടുത്തില്ല. ബന്ധുക്കളെ പറഞ്ഞിട്ടുണ്ട് അവിടെ ചെയ്യരുത്, കണ്ണൂരിന്റെ വെളിയിൽ വന്നേ ചെയ്യാവുള്ളൂ. എന്നിട്ടും അതെല്ലാം ചെയ്ത് എളുപ്പം കൊണ്ട് കത്തിച്ചു, എല്ലാം പോയി. അപ്പോ CPM എന്ന
കൊലയാളി രാഷ്ട്രീയക്കാരുടെ, അത് CPM എന്ന കള്ളക്കടത്ത് കൊലയാളി രാഷ്ട്രീയത്തിന്റെ പിടിയിൽ അമർന്ന ഒരു കേസ് എന്ന നിലയ്ക്ക് CBIക്ക് ഇതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.